ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചള്ള് മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകൂടി മൂത്തതാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആ പകുതിയാണ്, അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, പകുതിയുടെ പകുതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അത് തൊലി ഒന്ന് കളഞ്ഞ് എടുക്കാം. അപ്പോൾ അതെല്ലാവരും തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അത് കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം സ്വല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ചെറുതായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് തന്നെ. അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഉടച്ച് കൊടുക്കാം. എന്തെങ്കിലും ഒരു കയ്യിലോണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റിക്കോൻ്റെ ഏട്ടം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളം തിളച്ച ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇളക്കിയ ശേഷം അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, വറുത്ത അരിപ്പൊടി 1 ഗ്ലാസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഇത്തിരി കുറഞ്ഞ് കിട്ടിയാലും കുഴപ്പമില്ല. മത്തങ്ങയിൽ വെള്ളമുണ്ട്, അപ്പോൾ അതിൽ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി പൊടിയും കൂടെ കൂട്ടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ടീസ്പൂൺ കൊണ്ടാണ് ആദ്യം നന്നായി ഉടച്ച് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ അതിൽ കട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതായി കിട്ടാൻ വേണ്ടി കൈകൊണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പരത്തിയെടുക്കാനായിട്ടാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് മൂടി വെച്ചിട്ട്. ഇനി അതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാനാണ്. 4 അച്ച് ശർക്കര പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് സ്റ്റവിലേക്ക് വെച്ച് അരിച്ചെടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അതിന് ശേഷം തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അത് നന്നായി ഇളക്കി ആ തേങ്ങയും ശർക്കരയും ഒന്ന് നന്നായി വറ്റിച്ചെടുക്കാം, ശർക്കരയിലത്തെ വെള്ളമൊക്കെ. അപ്പോൾ അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, മിൽമയുടെ. അതിന് ശേഷം കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സ്വല്പം നല്ല ജീരകം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അടയിൽ കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ് അതിൽ ചേർത്തിട്ട്. ഇനി ഓരോ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി വാഴൻ്റെ ഇല കഴുകി വൃത്തിയാക്കി തുടച്ചതാണ്, അതൊന്ന് വെച്ച് അതിൽ ഒന്ന് പരത്തിയെടുക്കാം. നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തൊട്ടിട്ട് വീണ്ടും ഒന്ന് പരത്തിയെടുക്കുക, അല്ലെങ്കിൽ കയ്യിൻ്റെ മേലെ ഒട്ടിപ്പിടിക്കുള്ളൂ. എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ആ തേങ്ങ ശർക്കര എല്ലാതും കൂടെ ഉരുക്കിയെടുത്തില്ലേ, അത് അതിലേക്ക് വെച്ച് ഒന്ന് പരത്തി ഇതുപോലെ മടക്കിയെടുക്കാം. എന്നിട്ട് രണ്ടാമതും ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാതും പരത്തി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് തട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അട എല്ലാം അതിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷമാണ് ഒന്ന് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഫോണിൽ നല്ല സൗണ്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.